ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭഗവാന് ചാർത്തുന്ന രാക്കാല ചന്ദനത്തെക്കുറിച്ചിട്ടാണ്. എത്ര പേർക്കറിയാം രാക്കാല ചന്ദനം എന്താണെന്ന്? പഴനിയിൽ ഭഗവാന്റെ നട അടയ്ക്കുന്നതിന് തൊട്ടു മുൻപ് മേൽശാന്തി ഭസ്മം ഭഗവാന്റെ ശിരസിൽ തൂകും. അതേപോലെ ചന്ദനം ഭഗവാന്റെ നെഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് പൊത്തിവെക്കും. എന്നിട്ട് നട അടയ്ക്കും. പിറ്റേ ദിവസം രാവിലെ തുറക്കുമ്പോൾ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് പൊത്തിവെച്ച ചന്ദനത്തിൻ്റെ കളർ വ്യത്യാസം വന്നിട്ടുണ്ടാകും. അതൊരു ചെറിയ പച്ച ഷെയ്ഡിൽ മാറിയിട്ടുണ്ടാകും. ഇതെന്തുകൊണ്ടാണ് കളർ മാറുന്നതെന്ന് വെച്ചാൽ ഭഗവാന്റെ ശില ഭോഗർ സിദ്ധരുണ്ടാക്കിയ നവപാഷാണം കൊണ്ട് നിർമ്മിച്ച ശിലയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇത് ഔഷധക്കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ശിലയാണ് ഈ നവപാഷാണ ശില. ഇതിൽ വിയർപ്പ് തുള്ളികൾ വന്നിട്ട് ഈ ചന്ദനവുമായി മിക്സാകും വിയർപ്പ് തുള്ളികൾ. അപ്പോൾ ഈ ഔഷധക്കൂട്ടുകളാണല്ലോ, എസൻസും കൂടി ഈ ചന്ദനത്തിലേക്ക് കലരും. അതുകൊണ്ടാണ് ഭഗവാന്റെ നെഞ്ചിൽ പൊത്തിവെച്ച ഈ ചന്ദനത്തിന് ഔഷധക്കൂട്ടുകളും ഈ വിയർപ്പ് തുള്ളികളും ചേർന്ന് ഈ ചന്ദനത്തിൽ കലർന്ന് കളർ വ്യത്യാസം വരുന്നത്. ഇതിന് ചെറിയ ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ കളറായിരിക്കും. യാദൃച്ഛികമായിട്ട് ഈ ഇടയ്ക്ക് എനിക്ക് പഴനിയിൽ പോകാൻ പറ്റി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യോഗീശ്വരൻ്റെ സമാധിയിൽ ഭോഗർ സിദ്ധരുടെ മേൽശാന്തിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരുന്നു. ഭോഗർ സിദ്ധരുടെ അവിടുത്തെ മേൽശാന്തി പ്രകാശ് സ്വാമികൾ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്കൊരു പാക്കറ്റിൽ ഒരു ചന്ദനം തന്നു. അപ്പോൾ അതെനിക്ക് അറിയില്ലായിരുന്നു അത് രാക്കാല ചന്ദനമാണെന്ന്. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. പിന്നെ അവിടുത്തെ തീർത്ഥം കിട്ടി. പിന്നെ പാല് കൊണ്ട് എന്തോ ഒരു അഭിഷേകം ഭോഗരുടെ സമാധിയുടെ അവിടെ അവർ ചെയ്യും, അതും എനിക്ക് കിട്ടി. പിന്നെ കുറച്ച് നാരങ്ങ, അങ്ങനെ കുറച്ച് പ്രസാദം സ്വാമി എനിക്ക് തന്നു. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോഴാണ് സ്വാമി പറയുന്നത്, ഞാൻ നിനക്ക് തന്നത് രാക്കാല ചന്ദനമായിരുന്നു എന്ന്. ഇത് കേട്ടതോടെ എനിക്കാകെ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ രാക്കാല ചന്ദനം കേട്ടിട്ടുണ്ടെങ്കിലും ഇതെല്ലാം പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല രാക്കാല ചന്ദനം. അത് നമ്മളെപ്പോലത്തെ സാധാരണ ഒരാൾക്കാർക്കൊന്നും അങ്ങനെ എത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല ഈ രാക്കാല ചന്ദനം. അപ്പോൾ ഇതാണ് രാക്കാല ചന്ദനം. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരു ചന്ദനത്തിൻ്റെ കളറുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ഇതിന്. ഭോഗരസിദ്ധർ പ്രതിഷ്ഠിച്ച ആ നവപാഷാണ ശിലയിൽ ഭഗവാന്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് വച്ച ചന്ദനമാണിത്. നമ്മൾ കഴിക്കുന്നത് നമ്മുടെ മാറാവ്യാധികൾ, രോഗദുരിതങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാറും എന്നാണ് പറയാം. ഇത് ഞാൻ കഴിച്ചില്ല കേട്ടോ. ഇത് അങ്ങനെ തന്നെ കവറിലെടുത്ത് വെച്ചെന്നല്ലാണ്ട് കഴിച്ചില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പച്ച കളർ കണ്ടപ്പോൾ എനിക്ക് വളരെ ഷെയ്ഡ് മാറിയത് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ വെച്ചു. ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ച് തന്നതിന് ശേഷം ഇതൊന്ന് കഴിച്ച് നോക്കാം, നിങ്ങൾ കാണിച്ചിട്ട് ഇത് കഴിക്കാം, അല്ലെങ്കിൽ നെറ്റിയിൽ തുടങ്ങി വിചാരിച്ചു. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു പച്ച കളറാണ്. നിങ്ങൾക്ക് ഇതിൽ കാണണ്ടോയെന്ന് എനിക്കറിയില്ല, പച്ച കളറാണ്. ഇതിന് ചെറിയൊരു കയ്പ്പ്, ഔഷധക്കൂട്ടിൻ്റെ ഒരു എന്താ പറയുക, ഈ പച്ചില മരുന്നുകളുടെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അതുണ്ട്. പിന്നെ ഭസ്മത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ചന്ദനത്തിൻ്റെ ടേസ്റ്റ് എന്തോ എനിക്കിതിൽ കിട്ടുന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. ചന്ദനത്തിൻ്റെ അല്ല, ഈ പച്ചിലകളുടെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു എന്താ പറയുക, ഒരു കയ്പ്പ്. അതും ഭസ്മത്തിൻ്റെ ടേസ്റ്റുമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ സർപ്രൈസായിട്ടാണ് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണിത്. എന്തായാലും പ്രകാശ് സ്വാമികളുടെ അദ്ദേഹത്തോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യം എല്ലാം ഭഗവാൻ കൊടുക്കട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ രാക്കാല ചന്ദനം. നിങ്ങൾക്ക് പഴനി പോയിട്ട് രാക്കാല ചന്ദനം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അതായത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇത് വീട്ടിലെല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രാക്കാല ചന്ദനത്തിന് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഹരി ഓം തത്സത്.